بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ഒരു സൂറത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ചിലപ്പോൾ ഈ ഒരു ലേണിംഗ് ഖുർആൻ്റെ സംവിധാനങ്ങളില്ലെങ്കിൽ ഈ അൽബക്കറയുടെ അർത്ഥം പഠിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ഒരുപക്ഷെ എത്തൂല, അല്ലേ? നമ്മൾ സാധാരണ റമദാനൊക്കെ ഒന്ന് ഓതിപ്പോകാൻ ശ്രദ്ധിക്കുന്നൊരു സൂറത്ത് എന്നതിലപ്പുറത്തേക്ക് ഞാനൊന്നും അൽബക്കറയുടെ അർത്ഥം പഠിക്കേണ്ട ഒരാളല്ല എന്ന ചിന്ത പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുക. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ഒരു അവസരം അള്ളാഹു നമ്മൾക്കാണ് തന്നത്. ഇത് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ടാകും. നിങ്ങൾ അവർക്കും ഈ ഒരു അവസരം കൊടുക്കണം എന്നാണ് എനിക്കെൻ്റെ സഹോദരങ്ങളോട് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് എന്ന് ചോദിച്ചാൽ ഏതാ പറയില്ല നമ്മൾ? അൽ ബക്കറ. എന്താണ് ആ സൂറത്തിൻ്റെ പേര്? അൽ ബക്കറ. എന്താ അർത്ഥം? പശു, അല്ലേ? മലയാളത്തിൽ ചെറുതാണെങ്കിലും ഖുർആനിലെ സൂറത്ത് എന്താണ്? വലുതാണത്. മാത്രമല്ല, ഇത് ഭൂരിഭാഗം ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയി ആ ആദ്യ സമയത്ത് തന്നെയാണ് അൽ ബക്കറയിലെ ഏകദേശം ഭൂരിഭാഗം ആയത്തുകളും ആ സമയത്താണ് ഇറങ്ങിയത്. പിന്നെ മദീന കാലഘട്ടത്തിൻ്റെ അവസാനത്തിലാണ് ബാക്കിയുള്ള കുറച്ച് ആയത്തുകളും ഇറങ്ങിയത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് നമ്മൾക്ക് അത് വായിക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് അൽ ബക്കറ സൂറത്തു മദനിയാണ്. മദനി ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, ഫസ്റ്റ് സമയത്ത് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്തുകൾ മക്കി സൂറത്തും, മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം അതെവിടെ അവതരിച്ചാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ചതാണെങ്കിൽ ആ സൂറത്തിന് എന്ത് പറയും? മക്കി സൂറത്ത്. മദീനയിലേക്ക് ഹിജ്റ പോയി അതിന് ശേഷമാണ് അവതരിച്ചതെങ്കിലോ മദനി സൂറത്ത് എന്നാണ് പറയുക. 286 വചനങ്ങളുള്ള ഈ സൂറത്ത്, നിങ്ങൾക്കറിയാം, ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതിലൊന്നാണ് നമ്മൾക്കൊക്കെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്, ലാ തജ്അലു ബുയൂത്തക്കും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ എന്താക്കരുത്? മക്ബറകളാക്കരുത്. മക്ബറ എന്ന് പറഞ്ഞാൽ ഖബർ നിൽക്കുന്ന സ്ഥലം, അല്ലേ? അഥവാ മയ്യത്ത് ഖബറടക്കപ്പെട്ട സ്ഥലം. വീടൊരിക്കലും മക്ബറ പോലെ ആകരുത്. എന്നിട്ട് പറയാണ്, ഇന്ന ഷൈത്വാന യൻഫിർ മിനൽ ബൈത്തില്ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അല്ലെങ്കിൽ ഇന്ന ഷൈത്വാന യൻഫിർ, ഷൈത്താൻ എന്ത് ചെയ്യാണ്? വിരണ്ടോടുകയാണ്. മിനൽ ബൈത്തില്ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ഷെയ്ത്താൻ പോകും എന്നല്ല പറഞ്ഞത്, ഇറങ്ങും എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വിരണ്ടു പോവുകയാണ്, ഓടിപ്പോവുക, അവിടെ നിൽക്കൂല. അൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ എന്ത് നിൽക്കൂല? ഷെയ്ത്താൻ നിൽക്കൂല. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ഓതിയില്ലെങ്കിൽ ആടെ ഷെയ്ത്താൻ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് ഒരു 2 നില പുര ഉണ്ടാക്കിയിട്ട് 1 നില പുര ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ബാച്ചിലറായി താമസിക്കുന്ന റൂമിനെ പറ്റിയായി പറഞ്ഞത്, ഒരു കുടിലിനെ പറ്റിയാണ് പറഞ്ഞത്. എവിടെയാണെങ്കിലും അൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നില്ലേ, അവിടെ ഷെയ്ത്താൻ ഉണ്ടാകും. ഇപ്പോൾ നാളെ മുതൽ മടിയായിട്ട് ഒരു നെറ്റിൽ പോയി സെർച്ച് ചെയ്തിട്ടാണ്ട് CD കൊണ്ട് ഓടാനോ അല്ലെങ്കിൽ നെറ്റിൽ പോയി സെർച്ച് ചെയ്ത് അതിങ്ങനെ ഓടാനല്ല. ഇത് ആര് ഓതണം എന്നാ? നമ്മൾ ഓതണം. ഖുർആൻ കേട്ടാൽ കൂലി കിട്ടും, പക്ഷേ ഈ ഫായിദ കിട്ടണമെങ്കിൽ നമ്മൾ ഓതണം.
സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും എല്ലാ ദിവസവും അൽ ബഖറ 256 ആയത്ത് ഓതാൻ പറ്റും? വേണ്ട, ഒരു പേജ് പറ്റും. നിങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതി തീർത്തോ, ഒരു പേജ് ഓതാൻ പറ്റുമോ അൽ ബഖറയിൽ നിന്ന്? അങ്ങനെ ഓതിക്കോ. ഈ ശ്രേഷ്ഠത കിട്ടും. എന്ത്? വീട് മക്ബറ പോലെ ആകരുത്. അൽ ബഖറ ഓതുന്ന വീട്ടിൽ ആര് നിൽക്കൂല? ശൈത്താൻ നിൽക്കൂല. ഒരു കാര്യം കൂടെ ഹദീസിൽ മനസ്സിലാക്കാം. മക്ബറ പോലെ ആകരുത് എന്നാണ് പറഞ്ഞത്. മക്ബറ പോലെ വീടാകരുത്. വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം. അപ്പോൾ സ്വാഭാവികമായി മക്ബറയിൽ എന്തുണ്ടാകൂല? മക്ബറ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതപ്പെടാത്ത സ്ഥലമാണ്. പിൽക്കാലത്തെ ആളുകൾ അവിടെ കത്തപ്പുര കെട്ടിയിട്ട് ഇങ്ങനെ ഓതുന്ന സ്വഭാവം പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. മക്ബറയിൽ ഒരിക്കലും എന്തോതാൻ പാടില്ല? ഖുർആൻ ഓതരുത്. വീട് മക്ബറ പോലെ ആകരുത് എന്ന്. മക്ബറയിൽ ഖുർആൻ ഓതാൻ പറ്റുമെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞിട്ട് എന്തോ കാര്യമുണ്ടോ? അല്ലേ? ഒരു കാര്യമില്ല. കാരണം മക്ബറയിൽ ഓതുന്നുണ്ട്, വീട്ടിൽ ഓതുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഉദാഹരണം പറഞ്ഞു? ഒരാളെ കബറടക്കപ്പെട്ട മക്ബറയിൽ ഖുർആൻ ഓതുന്ന സമ്പ്രദായം പണ്ടേ മുസ്ലിമീങ്ങൾക്കില്ല. പിൽക്കാലത്ത് ആരൊക്കെയോ കടത്തി ഉണ്ടാക്കിയതാണത്. ചില നാടുകളിലൊക്കെ ഇപ്പോഴും അത് അവശേഷിക്കുന്നതായിട്ട് കാണാനും കഴിയുന്നു. അതുപോലെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ ഖറഅ ബിൽ ആയത്തൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫി ലൈലത്തിൻ കഫതാഹു. അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകൾ ആരെങ്കിലും ഓതിയാൽ ഒരു രാത്രിയിൽ, ഫി ലൈല, ഉറങ്ങാൻ നേരത്ത് അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്ത് ആരെങ്കിലും ഓതിയാൽ കഫതാഹു, അവനത് മതി. അതാ ഓൻ്റെ പ്രൊട്ടക്ഷൻ അവൻ എടുത്തു കഴിഞ്ഞു. ഏതാണ് 2 ആയത്ത്? ഇൻഷാ അല്ലാഹ് എല്ലാവരും കൊണ്ട് ഞാൻ അത് കാണാതെ പഠിപ്പിക്കും. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി എന്ന ആയത്ത് കേട്ടിട്ടില്ലേ? അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്ത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന ആയത്തും. ഈ 2 ആയത്ത് എല്ലാ രാത്രിയിലും നമ്മൾ ഓതണം. കാണാതെ അറിയില്ലേ? നോക്കി ഓതിയാൽ മതി. മൊബൈലിൽ ഖുർആനുണ്ട്, ടാബ് ഖുർആനുണ്ട്, അതുപോലെ കമ്പ്യൂട്ടറിൽ ഖുർആനുണ്ട്, എല്ലാ അർത്ഥത്തിലും നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്. എന്നാലും ഓതൂല. നമ്മൾ അവസാനം ഈ 2 ആയത്തുകൾ ഓതിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഉറങ്ങാൻ കിടക്കേണ്ടത്. അപ്പോൾ അവനത് മതി. എല്ലാ ദിവസവും അവൻ്റെ സേഫ്റ്റി കോട്ട് ധരിച്ചിട്ടായിരിക്കും അവൻ ഉറങ്ങുന്നത്. എന്തിലും അവനത് സുരക്ഷയായിട്ട് കിട്ടും. നമ്മൾ ഇത് രണ്ടും ചെയ്യൂല. നമ്മൾ അവസാനം ഉറങ്ങാൻ നോക്കുമ്പോൾ കണ്ണടക്കുമ്പോഴും വാട്സപ്പിൻ്റെ ഒരു സൗണ്ട് കേട്ടാൽ അതും കൂടെ ഒന്ന് മാന്തി നോക്കും, അല്ലേ? ബാക്കി പോകുന്നതിന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഉറങ്ങാൻ കിടക്കുക. ഈ 2 ആയത്തുകൾ അറിയില്ലേ? ആമന റസൂലും അത് കഴിഞ്ഞിട്ട് 2 ഹദീസുകൾ പഠിച്ചു. ഒന്ന്, അൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ ആരുണ്ടാകില്ല? ഷൈത്താൻ ഉണ്ടാകില്ല, വിരണ്ടോടും. 2, അവസാനത്തെ 2 ആയത്തുകൾ അൽ ബഖറയുടെ പ്രത്യേകതയാണ്. പിന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതുകയാണ് എല്ലാ ഫർള് നമസ്കാരങ്ങളുടെ ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് അവന് തടസ്സം നിൽക്കുന്നത് ഇല്ല അയ്യമൂത്ത്. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവന് സ്വർഗത്തിൽ കടക്കാൻ തടസ്സം നിൽക്കുന്നത് എന്തെന്നറിയോ? ഇല്ല അയ്യമൂത്ത്. എന്താണ്? മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. മരിച്ചാൽ അവൻ എവിടെയാണ്? സ്വർഗത്തിലാണ്. എന്തേ അവൻ ചെയ്ത അമൽ എന്താ? എല്ലാ ഫർള് നമസ്കാര ശേഷവും ആയത്തുൽ കുർസി ഓതും. നമുക്കറിയാം, എല്ലാ നമസ്കാര ശേഷവും നമ്മൾ ഏത് സൂറത്ത് ഓതണം? ആയത്തുൽ കുർസി. അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അല്ലേ? എല്ലാ നമസ്കാര ശേഷവും ഇതൊക്കെ ഓരോ തവണ ഓതണം. ആയത്തുൽ കുർസി 1, ഈ സൂറത്തുകളും 1. എന്നാൽ മഗ്രിബിനും സുബഹിക്കും ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും അതുപോലെ മുഅവ്വദതൈനിയും എത്ര തവണ ഓതണം? 3 തവണ ഓതണം. ആയത്തുൽ കുർസി എപ്പോഴും എങ്ങനെ തന്നെ ഓതേണ്ടത്? 1 ഓതണം. അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഏത് സൂറത്ത് നമ്മൾ ഓതും? ആയത്തുൽ കുർസി ഓതും, അല്ലേ? അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവന് പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ മാത്രമല്ല, ഇന്നല്ലാഹ കതബ കിതാബൻ, അള്ളാഹു ഒരു എഴുത്ത് എഴുതി വെച്ചു. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹ് എന്ത് ചെയ്തു? ഒരു എഴുത്ത് എഴുതി വെച്ചു. ബി അൽഫൈ ആം, അതായത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹ് ഒരു കാര്യം എഴുതി വെച്ചു. ആ എഴുതി വെച്ചിട്ട് അല്ലാഹു തആല അത് ഇറക്കുകയാണ് ഈ ഭൂമിയിലേക്ക്, ഈ ഖുർആനിലേക്ക് അത് ഇറക്കി. ഖതമ ബിഹിമ സൂറത്തുൽ ബഖറ. ആ 2 ആയത്തുകൾ കൊണ്ടാണ് അള്ളാഹ് എന്ത് അവസാനിപ്പിച്ചത്? സൂറത്തുൽ ബഖറ.
നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത നോക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ്റെ എല്ലാ വഹിയും വരുന്ന ജിബ്രീൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക അല്ലേ. പക്ഷെ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്ന് മാത്രമല്ല, എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാ? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹ് എഴുതി വെച്ചതാണ്. ഏത് 2 ആയത്തുകൾ? നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലണ്ടേ അവസാനത്തെ 2 ആയത്ത്, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന ആയത്തുകളൊക്കെ അല്ലേ. ഇങ്ങനെ അള്ളാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളാണിത്. മാത്രമല്ല ആയത്തുൽ കുർസിൻ്റെ പ്രത്യേകത അറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വക്കാലത്തേൽപ്പിച്ചു, എന്നോട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ബിഹിഫ്ലി സക്കാത്ത് റമളാൻ, റമളാനിലെ സക്കാത്ത് ആ മുതൽ എന്നോട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫആത്താനി ആത്തിൻ, ഞാൻ നോക്കുമ്പോൾ ഒരാൾ അവിടത്തേക്ക് വരുന്നു. അയാളിങ്ങനെ ആ ഭക്ഷണ പദാർത്ഥത്തിൽ ഇങ്ങനെ പരതുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുക. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, പിന്നെ ഇന്ന് തന്നെ വിട്ടേക്ക്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതേമാതിരി എന്നെ ഏൽപ്പിച്ച ഭക്ഷണ പദാർത്ഥത്തിൽ സക്കാത്തിൻ്റെ മുതലിൽ ഒരാൾ വന്ന് പരതുന്നു. ഞാൻ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്നും ഒരു എക്സ്ക്യൂസൊക്കെ പറഞ്ഞപ്പോൾ ഒഴിവഴിവ് കൊടുത്തു. പിന്നെയും കണ്ടു. അപ്പോഴും പറയാണ്, ഞാൻ നിന്നെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ആ വ്യക്തി, ആ കള്ളനായ വ്യക്തി അബൂ ഹുറൈറയോട് പറയാണ്, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരാം. ഇതാ അവൈത്ത ഇലാ ഫിറാഷിക്, നീ നിൻ്റെ ബെഡിലേക്ക്, വിരിപ്പിലേക്ക് നീ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഫഖ്റ ആയത്തുൽ കുർസി, നീ എന്തോദിക്കോ? ആയത്തുൽ കുർസി ഓദിക്കോ. എങ്കിൽ ലൻ യസാലു മഅക മിനല്ലാഹി ഹാഫിള വലാ യഖ്റബുക ശൈത്താൻ ഹത്താ തുസ്ബിഹ്. ആ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് നീ ഉറങ്ങുന്നതെങ്കിൽ പടച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്ന് നിനക്കൊരു ഹഫ്ളത്തൊരു സംരക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് തുടർന്നുകൊണ്ടിരിക്കും. നിൻ്റെ അടുക്കലേക്ക് പിശാച് വരൂല നേരം വെളുക്കുന്നത് വരെ. 2 ഗുണം പറയാണ്. നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടും. പിന്നെന്താ പറഞ്ഞത്? നേരം വിളിക്കുന്നത് വരെ ഷൈത്താൻ ഉണ്ടാവില്ല. സുബൈക്ക് എന്നിട്ട് വീണ്ടും നമ്മൾ സുബൈക്ക് ശേഷം ഓതും, ളുഹറിന് വീണ്ടും ഓതും. ഇങ്ങനെ വരികയാണിത്. ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ ആയത്തുൽ കുർസി ഓതുക. 3 ദിവസവും സക്കാത്തിൻ്റെ മുതലിൻ്റെ ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ പരതി വന്ന കള്ളൻ അബൂ ഹുറൈറയ്ക്ക് ഇങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു കാര്യം. നബീൻ്റെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് താങ്കളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അബൂ ഹുറൈറ വന്നിട്ട് ഈ കാര്യം പറഞ്ഞു, റസൂലേ 3 ദിവസമായി സക്കാത്തിൻ്റെ മുതൽ ഒരാളിങ്ങനെ പരതുന്നു, പിടിച്ചു. ഓരോന്ന് പറഞ്ഞ് ഒഴിവ് പറഞ്ഞു. ഇന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? സ്വദഖക വഹുവ കദൂബുൻ, ആൾ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യ. നമ്മളങ്ങനെ പറയില്ലേ, ഇയാളൊക്കെ കള്ളൻ തന്നെയാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സത്യം പറയുമെന്നറിയില്ലേ. അതുപോലെ പറഞ്ഞ ചങ്ങാതി കള്ളനാ, വന്ന ചങ്ങാതി കള്ളനാ, പറഞ്ഞ കാര്യമോ സത്യമാണ്. ദാക ഷൈത്താൻ, അതാരാണ്? ഷൈത്താനാണത്. വേറൊരു രൂപത്തിലേക്ക് വന്നതാ. അല്ലാതെ ഷൈത്താൻ നമുക്കൊരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? പിശാചുക്കളെ കാണാൻ പറ്റൂല അല്ലേ. അവർക്ക് നമ്മളെ കാണാം എന്നല്ലാതെ നമ്മൾക്ക് അവരെ കാണാൻ പറ്റൂല. ഇത് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? അബൂ ഹുറൈറക്ക്. എൻ്റെ സംരക്ഷണം നിനക്ക് കിട്ടണോ? നീ എന്തോതിയാലും മതി. ബെഡിലേക്ക് പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ മതി. ഇത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു, ആരെങ്കിലും മൻ ഖറഅ ബിൽ ആയത്തൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ കഫത, അവനത് മതി. ഇതൊക്കെ സ്വഹീഹായ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വന്നതാണ്. പിന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്ത് പറയുന്നു. അഥവാ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് റെക്കമെൻഡിന് വേണ്ടി വരും അല്ലേ. ഖുർആൻ വരും. പഠിച്ചോനെ, ഇവൻ രാത്രി സമയത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ എന്നെ ഒരുപാട് ഓതിയിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, നീ എനിക്ക് അള്ളാഹുവിൻ്റെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഒരു ഷഫായത്ത് ചെയ്യാണ്. ആര്? ഖുർആൻ ചെയ്യാണ്, റെക്കമെൻഡ് ചെയ്യാണ് നമ്മൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുക, ഇഖ്റഉ സഹ്റാവൈൻ, നിങ്ങൾ സഹ്റാവൈനികൾ ഓതണേ. എന്താണത്? അൽ ബഖറ
സൂറത്ത് ആലു ഇമ്രാൻ, നിങ്ങൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും ധാരാളമായിട്ട് ഇങ്ങനെ ഓതണേ. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ വരും. കഅന്നഹുമാ ഗമാമത്താനി ഔ കഅന്നഹുമാ ഗയാബത്താനി ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ ത്വയ്രിൻ സുവാഫ്, മേഘങ്ങളായും കറുത്തിലുണ്ട മേഘപാളികളായും തണലുകളായും ഈ സൂറത്തുകൾ രണ്ടും വരും. എന്നിട്ട് ആ ഖുർആൻ ഓതിയ ആളുകൾക്ക് വേണ്ടി അതിങ്ങനെ തർക്കിക്കും. അൽ ബഖറയും ആലു ഇമ്രാനും അത് ഓതിയ ആളുകൾക്ക് വേണ്ടി പടച്ചവനോട് തർക്കിക്കും. ആ കൂലി നമ്മൾക്ക് മേടിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഏത് രണ്ട് സൂറത്തുകളും വരും? അൽ ബഖറയും ആലു ഇമ്രാനും. ഖുർആൻ മുഴുവനും നമ്മൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ സ്പെഷ്യലായിട്ട് പറയുകയാണെന്ത്, അവന് പ്രത്യേകമായിട്ട് തർക്കിക്കാൻ ആ രണ്ട് സൂറത്തുകളും ഉണ്ടാകും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്ന അൽ ബഖറയുടെ പ്രാധാന്യങ്ങളാണ്, ശ്രേഷ്ഠതയാണ്. കുറേ നമ്മൾ പഠിച്ചു അല്ലേ. വീട്ടിൽ അൽ ബഖറ ഓതണം, അല്ലെങ്കിൽ ആര് വരും? പിശാച് വരും അല്ലേ. വേറെ ഹദീസ് കാണാം അങ്ങനെ. ഈ സൂറത്തിനെ പറ്റി പറഞ്ഞിട്ട് അവസാനത്തെ 2 ആയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒരു വീട്ടിൽ 3 ദിവസം ഇത് ഓതുന്നില്ലേ, യഖറബുഹ ശൈത്താൻ, അവിടത്തേക്ക് ആരുണ്ടാകും? പിശാച് ഉണ്ടാകും. പിശാച് വീട്ടിലുണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ദാരിദ്ര്യം തോന്നിപ്പിക്കും, പക തോന്നിപ്പിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ, ഭാര്യ ഭർത്ത് വഴക്കുകൾ ഉണ്ടാക്കും. ഒക്കെ ആരാ തോന്നിപ്പിക്കൽ? പിശാചുക്കളാ തോന്നിപ്പിക്കുക. ബർക്കത്ത് ഉണ്ടാകൂല വീട്ടിൽ. അതുകൊണ്ട് നമ്മൾ ഈ സൂറത്ത് വീട്ടിൽ ഓതണം. ഇന്ന് പഠിച്ചല്ലോ. നാളെ അള്ളാൻ്റെ പരലോകത്ത് കോബാർ ഇസ്ലാഹി സെൻറ്ററിൽ വന്നൊരാൾ പഠിച്ചോളെ ഞങ്ങൾക്കിത് പഠിപ്പിച്ചെന്നില്ല എന്ന് പറയരുത്. ഞാൻ പഠിപ്പിച്ചു, നിങ്ങളിത് കേട്ടു. ഇനി ഓതേണ്ട ബാധ്യത ആരുതാണ്? നമ്മുടെ ബാധ്യത. ഞാൻ പ്രത്യേകം പറഞ്ഞത് CD-നോടല്ല ഇത് പറയുന്നത് അല്ലേ, കമ്പ്യൂട്ടറിനോടല്ല ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. നമ്മളാണ് കുറച്ചെങ്കിലും എന്ത് ചെയ്യേണ്ടത്? ഓതേണ്ടത്. 10 മിനിറ്റ് അല്ലേ, നമ്മൾ എത്ര സമയം ഓരോന്നിൻ്റെ മുമ്പ് ചിലവഴിക്കും? കുറച്ച് സമയം ഖുർആൻ മുഴുവൻ ഓതണം. ഈ സൂറത്തുകൾ നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കണം. എന്നാലോ ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കരുത്. ഖുർആൻ കേട്ടാൽ കൂലിയാണ്, ഓതിയ കൂലിയാണ് അല്ലേ, അതെല്ലാ നിലക്കും നമുക്ക് കൂലി കിട്ടും. ഈ ഫضലുകളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. നമസ്കാര ശേഷം നിങ്ങൾ കച്ചവടക്കാരാണോ, പെട്ടെന്ന് മാർക്കറ്റിലേക്ക് പോകണോ, എഴുന്നേറ്റ് നടന്ന് പോകുന്ന പോക്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഓതുക. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. ഇതാണ് ഈ സൂറത്തിൻ്റെ ചില ഫضലുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്, ഈ സൂറത്ത് എടുക്കുമ്പോൾ പലപ്പോഴും ഈ അള്ളാഹുവിൻ്റെ റസൂല് പറയാത്ത ചില ഫضലുകൾ ഈ സൂറത്തിനെ പറ്റിയും പറയലുണ്ട്. ഈ സൂറത്തിനെ പറ്റി എന്നല്ല, ഈ 10-30 പേജ് മുഴുവനും ഈ ഖുർആൻ്റെ പേരുണ്ടാക്കിയ കളവുകളുടെ കുറച്ചാ. 30 പേജ് എന്നല്ല, 300 ഉണ്ടാക്കിയാലും തീരൂല അല്ലേ. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം, കുറേ ഈ അൽ ബഖറയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ഇറങ്ങിയപ്പോൾ കുറേ കാര്യങ്ങൾ കേൾക്കുകയാണ് നമ്മൾ. പിന്നെ ഇത് ഖുർആൻ്റെ കടിഞ്ഞാണാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാത്തത് അത് ദുർബലമാണ്, ലഈഫാണ്. പക്ഷെ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ട് ഗ്രന്ഥത്തിൽ ഇത് എഴുതി വെക്കുന്നു, അത് ലഈഫാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ. ചിലപ്പോൾ ആരെങ്കിലും അത് അത്ര പഠനത്തിന് വിധേയമാക്കാതെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊരു കാര്യം സത്യമായിട്ട് ലഈഫാണ് അല്ലെങ്കിൽ ദുർബലമാണ് എന്ന് പഠിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? അത് റസൂലുള്ള പറഞ്ഞു എന്ന രീതി നമ്മൾ പറയരുത്. അത് റസൂലുള്ള പറയാത്ത കാര്യമാണ്. മാത്രമല്ല നമ്മൾക്കറിയാം, നിങ്ങളിൽ ഒരാളുടെ മേൽ കളവ് പറയുന്നത് പോലെയല്ല നിങ്ങൾ എൻ്റെ മേലിൽ കളവ് പറയുന്നത്. എൻ്റെ മേലിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിക്കട്ടെ. എന്നിട്ട് പണ്ഡിതന്മാർ എന്തുകൊണ്ട് പറയുന്നതെന്നറിയോ? റസൂലുള്ളാഹി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയില്ല, അള്ളാഹ് പറഞ്ഞിട്ടാണ് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഇത് അള്ളാഹ് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ മേൽ കളവ് പറഞ്ഞാൽ ഇത് ആരിലേക്കാണ് ഡയറക്റ്റ് പോകുക? അള്ളാഹിലേക്ക് പോകുക. ഇത് ഇന്നത്തെ കാലത്ത് ഈ കണ്ടില്ല, ഒരാൾ ഇത് ആദാബുൽ ഇൻ്റർനെറ്റ് എന്നതിൻ്റെ പേരെന്നെ. ഇൻ്റർനെറ്റിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദ ആദാബു തഹദീസ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ പേരിൽ നമ്മൾ പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദ. ഒരാളോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നതെന്നറിയോ? പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത ഫضലുകൾ ഖുർആനിലെ സൂറത്തുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ മുമ്പ് കൊടുത്ത മറുപടിയാണ്, ഇന്നി റഅയ്തുന്നാസ ഖദ അഅറദു അനിൽ ഖുർആൻ വസ്തഗലു ബിഫിഖ്ഹി അബി ഹനീഫ. ആളുകളൊക്കെ അബൂ ഹനീഫൻ്റെ ഫിഖ് പഠിക്കാൻ വേണ്ടി ഒഴുകുക, ഖുർആൻ ആരും നോക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്?
ഇല്ലാത്ത ഫضല് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഉണ്ടാക്കിയത്. എന്തിനാണ് അയാൾ ഉണ്ടാക്കിയത്? എല്ലാവരും എങ്ങോട്ടേക്ക് വരാനാ? ഖുർആൻ്റെ അകത്തേക്ക് വരാനാ, അല്ലേ? വേറെ ആളോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഇങ്ങനെ ഇല്ലാത്തത് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രേഷ്ഠത ഉണ്ടാക്കി? അദ്ദേഹം പറയുക, ഞങ്ങളാരും റസൂലുള്ളാൻ്റെ മേലിൽ കളവ് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ റസൂലുള്ളാക്ക് വേണ്ടിയാണ് കളവ് പറഞ്ഞത്. എന്താ അവർ ഉദ്ദേശിച്ചത്? എല്ലാവരും ഫിക്ക് പഠിച്ചപ്പം ഖുർആൻ ഹദീസും പഠിക്കാൻ ആരുമില്ല. ഇപ്പോൾ റസൂലുള്ളാക്ക് വേണ്ടി ഞങ്ങളൊരു സപ്പോർട്ട് കൊടുത്താണ്. എന്ത്? ഇല്ലാത്ത ഇന്ന സൂറത്തിന് ഇന്ന ഫضലുണ്ട്, അല്ലേ? ഇപ്പോൾ അടുത്ത് അൽഹാക്ക് മുത്തക്കാസുർ സൂറത്ത് നിങ്ങൾക്കറിയോ? ഇത് വളരെ ചെറിയ സൂറത്താണ്. പിന്നെ വാട്സപ്പിൽ പരസ്യം കണ്ടതാണ്. ഇത് എത്രയോ കൂലി പറഞ്ഞിട്ട്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറയാത്തത് ഇങ്ങനെ വ്യാപകമായി കിടക്കുക. അൽ ബഖറയ്ക്കുണ്ട്, അൽ കഹ്ഫിനുണ്ട്. ഇന്നൊരാൾ സംശയം ചോദിച്ചിരുന്നു, അല്ലേ? നമ്മളൊക്കെ കേൾക്കലുണ്ട് 10 സൂറത്തുകൾ 10 കാര്യത്തെ തടയുന്നു മനുഷ്യ റസൂലുള്ള പറഞ്ഞു എന്നും പറഞ്ഞിട്ട്. അതിൽ അൽ വാഖി എല്ലാവരും ചോദിക്കലുണ്ട്, ഉസ്താദെ അൽ വാഖി ഓതിയാൽ ദാരിദ്ര്യം തടയും, അല്ലേ? നമ്മൾ ഗൾഫിക്ക് വരണ്ടല്ലോ, നാട്ടിൽ കൂത്തിട്ടുണ്ട് ഇങ്ങനെ അൽ വാഖി ഓതിയാൽ പോരെ? എന്നിട്ട് ഇത്ര കഷ്ടപ്പെട്ട് പറമ്പ് വിറ്റ് പൊന്ന് വിറ്റ് അല്ലെങ്കിൽ പൈസ കടം മേടിച്ചിട്ട് നിങ്ങൾ ഗൾഫിക്ക് വരുന്നത്? നാട്ടിൽ കൂത്തിന് 10 വട്ടം അൽ വാഖിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം പോവെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് 20 കൊല്ലമായിട്ട് ഇവിടുന്ന് പോകാൻ കഴിയാത്തത്? ദാരിദ്ര്യം തീരാത്തതുകൊണ്ടാണ്. ഇന്ന് തീർന്നിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് തടി തപ്പും. വാക്കിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അത് തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പ്രചരിപ്പിക്കുക. അള്ളാഹു റസൂൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ കിസ് പ്രോഗ്രാമിൽ കണ്ണൂർക്കാർക്കൊരു കിസ്, കോഴിക്കോട്ടുകാർക്കൊരു കിസ്, മലപ്പുറത്തുകാർക്ക് വേറൊരു കിസ് പ്രോഗ്രാം. ഒന്നാമത്തെ ചോദ്യം ഉണ്ടാവും, ഖുർആൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? എല്ലാവരും എന്താ ഉത്തരം എഴുതുക? എന്താ? യാസീൻ, അല്ലേ? ലികുല്ലി ഷൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആൻ യാസീൻ. എല്ലാത്തിനും ഹൃദയമുണ്ട്. ഖുർആൻ്റെ ഹൃദയമാണ് ആര്? യാസീൻ. നമ്മുടെ മുത്ത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അറൂസുൽ ഖുർആൻ സൂറത്തുർ റഹ്മാൻ ഖാല റസൂലുള്ളാഹി എന്നാണ് കൊടുത്തത്. ഖുർആൻ്റെ മണവാട്ടി ഏതാ സൂറത്ത് നമ്മൾ ഉത്തരം കൊടുക്കുക? കണ്ടില്ലേ ഇങ്ങനെ പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ആളുകളുടെ നാവിൽ നിന്ന് നാവിലേക്ക് ഇങ്ങനെ കൈമാറുക. നിങ്ങൾ ഇപ്പോൾ എന്താ ശ്രദ്ധിച്ചതെന്നറിയോ? മൻ ഹദ്ദസ അന്നി ഹദീസ. ആരെങ്കിലും ഒരു ഹദീസ് പറയാണ്, അല്ലേ? ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്, യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ. ഒരു ഹദീസ് കള്ളത്തരാന്ന് മനസ്സിലായിട്ട് അല്ലെങ്കിൽ ശരിയല്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ നമ്മളിതിങ്ങനെ പറയുകയാണെങ്കിൽ അത് പറഞ്ഞോനും കള്ളന്മാരിൽ ഒരുത്തണം. ആരോ പറഞ്ഞ കള്ളത്തരം നമ്മൾ ഏറ്റവും അപ്പുറത്തേക്ക് ഷെയറാക്കുകയാണെങ്കിൽ ആ കള്ളൻ്റെ അരക്കള്ളനല്ല നമ്മൾ, ഫുൾ കള്ളൻ. 2 കള്ളനിൽ 1 കള്ളൻ ആരാ? നമ്മളാണ്, അല്ലേ? നിങ്ങൾ ഒരിക്കലും എൻ്റെ പേരിൽ കളവ് പറയരുത്. കാരണം ബുനിയ ലഹു ബൈത്തം മിനന്നാർ, അവന് നരകത്തിൽ ഒരു വീട് തയ്യാറാക്കപ്പെടുക. ബുനിയ ലഹു ബൈത്തും മിനന്നാർ, നരകത്തിൽ ഒരു വീട് അവന് വേണ്ടി തയ്യാറാക്കപ്പെടുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് ഷെയർ ചെയ്യരുത്. ഞാൻ പ്രത്യേകം പറയുന്നത് അറിയോ? ഇത് ആമുഖമായിട്ട് പറയുന്നത് പൊതുധാരണ തരിക. ഈ ഏറ്റവും കൂടുതൽ ദുർബലമായ ഹദീസുകളും, ഹദീസ് ദുർബലം എന്നാണ് ലഈഫ, അതിനേക്കാൾ അപകടമാണ് മൗലൂ എന്ന് പറയുന്നത്. മൗലൂ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറയുന്നെ ചെയ്യാത്ത, കെട്ടിയുണ്ടാക്കിയത്, അല്ലേ? അൽ കദിബുൽ അൽ മഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് ഇങ്ങനെ ഒരു കളവ് കെട്ടിയുണ്ടാക്കുകയാണ്. അൽ മൻസൂബ് ഇലാ റസൂലില്ല, കളവ് കള്ളത്തരം പറഞ്ഞിട്ട് അത് റസൂലുള്ളാഹിൻ്റെ പേരിലേക്ക് ചേർക്കുക. ഇതിനാണ് മൗലൂ എന്ന് പറയുക. ഇപ്പോൾ കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു, മൻ അക്കല ബിത്തീഖൻ ദഖലൽ ജന്ന, ആരെങ്കിലും ബത്തക്ക തിന്നിട്ടുണ്ടെങ്കിൽ അവനെന്താണ്? സ്വർഗത്തിലാണ്. ഇത് റസൂലുള്ളാഹിൻ്റെ പേരിൽ ഉണ്ടാക്കിയൊരു കള്ള ഹദീസാണ്. ആരെങ്കിലും പിന്നെ ഹജ്ജിന് വന്ന് മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി, ആരെങ്കിലും ഹജ്ജിന് വന്നിട്ട് മദീനത്ത് വന്നിട്ട് ആരെങ്കിലും മക്കത്ത് ഹജ്ജിന് വന്നു എന്നിട്ട് മദീനയിൽ വന്ന് എന്നെ സന്ദർശിക്കാതെ ഹാജി തിരിച്ചു പോകുകയാണെങ്കിൽ അവനെ അവഗണിച്ചവനാണ്. ഇത് റസൂലുള്ളാഹിയുടെ പേരുണ്ടാക്കിയ കള്ള ഹദീസാണ്. ഇങ്ങനെ കുറേ ഹദീസുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇത്തരം ഖുർആൻ്റെ സൂറത്തുകളുമായി ബന്ധപ്പെട്ടിട്ട് വന്ന കുറേ റിപ്പോർട്ടുകൾ. ഇൻഷാ അല്ലാഹ് ഒരു വേള എൻ്റെ മനസ്സിലതുണ്ട്, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ബോധ്യപ്പെടുക. ഏതൊക്കെ സൂറത്തുകൾക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഫضല് പറഞ്ഞത്, ഏതൊക്കെ സൂറത്തുകൾക്കാണ് ഫضല് പറയാൻ നാട്ടുകാർ ഫضല് പറയുന്നത്, അതിൽ നിങ്ങളുടെ നാവിലും നമ്മുടെ ശ്രദ്ധയിലും ധാരാളമായിട്ട് വരുന്ന ചില സൂറത്തുകൾക്കാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. അൽഹാക്ക് മുത്തക്കാസുൻ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഫضല് പറഞ്ഞിട്ടില്ല. ഖുർആൻ്റെ മണവാട്ടിയാണെന്ന് റഹ്മാനെപ്പറ്റി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഖുർആൻ്റെ ഹൃദയമാണ് യാസീൻ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ചു ചില സൂറത്തുകളെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ യഹൂദിനെ പറ്റി പറഞ്ഞു, എനിക്ക് നരബാധിപ്പിച്ചു ചില സൂറത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിന് പ്രയാസങ്ങളുണ്ടാക്കി. എന്നാൽ യാസീൻ സൂറത്ത് നല്ല സൂറത്തല്ലേ? എല്ലാം നല്ല സൂറത്താണ്. കൂട്ടത്തിൽ പോലെ എന്ത് സൂറത്താണ്?
നല്ല സൂറത്താണ്. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിനോട് സംശയം ചോദിച്ചിരുന്നു, തബാറക്ക് ഓതിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഷഫായത്ത് കിട്ടുന്ന ഹദീസ് കാണുന്നുണ്ട്, അത് അല്ലെങ്കിൽ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അളവ് കിട്ടുന്ന കാണുന്നുണ്ടല്ലോ. മൂപ്പര് കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുത്തൊരു മറുപടി ഉണ്ട്, നല്ലൊരു മറുപടി. ഇത്തരം കാര്യങ്ങൾക്ക് ചുളു കൂടെ സ്വർഗത്തിൽ പോകാനാണ് എല്ലാവരും തയ്യാറ്. അമലൊന്നും ചെയ്യൂല, ശിക്ഷ കിട്ടാൻ പാടില്ല. അമലൊന്നും ചെയ്യൂല, ഓതിയിട്ട് വേണമെന്ത് അല്ലേ ഉസ്താദ് ഖുർആൻ 3 വട്ടം ഓതിയാൽ പോരെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്. കാരണം റസൂൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ്റെ 3-1 ഇത് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പം 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കഴിഞ്ഞാൽ മറ്റൊരാൾ ഇങ്ങനെ ഗതികെട്ടിട്ട് ഇങ്ങനെ ഓതാണ് ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ. അവൻ അത് ഓതിത്തീരുന്നതിന് തുല്യമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം എന്നാണ് റസൂൽ പറഞ്ഞത്. ഈ സൂറത്തിന് മഹത്വം പറഞ്ഞതാ. അക്ഷരങ്ങൾ പിന്നെ ഹർഫുകൾ കൂടുതൽ ഓതിയ വ്യക്തിക്കാണ് അള്ളാഹ് എന്ത് കൊടുക്കുക, കൂടുതൽ കൂലി കൊടുക്കുക. ഈ സൂറത്തിന് മഹത്വം അങ്ങനെയുണ്ട്. ഇങ്ങനെ ഈ സൂറത്ത് ഓതിയിട്ട് വേണം ഖുർആൻ മുഴുവൻ ഓതി എന്ന ചുളു കൂടിയാണ് നമുക്കെല്ലാം. അതുകൊണ്ട് ഇബ്നു ബാസ് പറയുക, തബാറക്കാന്നല്ല, ഖുർആൻ മുഴുവൻ ഓൻ ഓതിയിട്ടൊരു കാര്യമില്ല അമൽ ചെയ്യാതെ. തബാറക്ക് ഓതിയിട്ട് ഖബറിൻ്റെ ശിക്ഷയിൽ നമുക്ക് രക്ഷ കിട്ടണം. നിസ്കരിക്കൂല, നോമ്പെടുക്കൂല, സക്കാത്തും കൊടുക്കൂല, ഒന്നും ചെയ്യൂല. തബാറക്ക് ഇങ്ങനെ ഓതി കുത്തിരിക്കാൻ മൂപ്പര്. എന്തിനാ? എന്നാൽ തൽക്കാലം ഖബറിന്ന് കഴിച്ചലായല്ലോ അല്ലേ. ഇനി ഒരുത്ത അൽബക്കറയും കൂടി ഓതുക. പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ അൽബക്കർ ഓതിയാൽ എന്ത് കിട്ടുകയും ചെയ്യും? തണൽ കിട്ടുകയും ചെയ്യും. ഒരമലിട്ട് ചെയ്യുകയില്ല, അൽബക്കർ ഓതി കുത്തിരിക്കുക. സക്കാത്ത് കൊടുക്കേണ്ട, അൽബക്കർ ഓതി തണൽ കിട്ടും അല്ലേ. മനസ്സിലിങ്ങനെ പറയുന്നുണ്ടാവും, അള്ളാഹ് പൊറുക്കുന്നവനെ അള്ളാഹ് എല്ലാവരും പുറത്തും തരും. അമൽ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഖുർആൻ അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പഠിച്ചോനെ, എൻ്റെ ജനത ഈ ഖുർആനെ അവഗണിച്ചു തള്ളിക്കളഞ്ഞു. എൻ്റെ ഉമ്മത്ത് എന്താ അവഗണിച്ചു തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിയില്ല എന്നാണോ? അല്ല, ഖുർആൻ ഓതി, പക്ഷെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അത് പാലിച്ചിട്ടില്ല. ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടല്ല. ചില ആൾക്കാർ ഖുർആൻ വീട്ടിൽ കൊണ്ടാക്കാൻ, ബർക്കത്തിന് വേണ്ടിയിട്ട്, ശമനത്തിന് വേണ്ടിയിട്ട് ആദരിച്ച് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുക. അതിനാണ് ഖുർആൻ തദബ്ബുർ ചെയ്യാനുള്ളതാണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സത് പാലിക്കണം അല്ലേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് 10 ആയത്ത് പഠിച്ചാൽ 10 ആയത്ത് ജീവിതത്തിൽ പകർത്തിയിട്ട് ആ 11ാമത്തെ ആയത്ത് പഠിക്കുക. നമ്മൾ ഓതി തീർക്കുന്നില്ല, തിരക്കില്ല, പഠിക്കൂല നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാൻ്റെ ഖുർആൻ നമുക്ക് പഠിക്കണം. ഇതെന്താ പറയുന്നതെന്ന് തിരിയണ്ടേ? അള്ളാൻ്റെ ഖുർആൻ എന്നോട് എന്താ പറയുന്നത് മനസ്സിലാകണ്ടേ? അതുകൊണ്ട് നമ്മൾ ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, മുമ്പില്ലാത്ത സംവിധാനങ്ങൾ ഇന്നുണ്ട് നമ്മൾക്ക്, വലിയ നിഅമത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധുക്കൾ, നമ്മൾക്കറിയില്ല. കാരണം ഒരു ഖുർആൻ്റെ ശ്രേഷ്ഠത കണ്ടാൽ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് വിചാരിക്കും. ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു. എന്താ വിചാരിച്ചു പോകുന്നത്? ഇതൊക്കെയല്ലേ നല്ല കാര്യം, രണ്ടാളെ പഠിക്കട്ടെ. പക്ഷെ നമ്മൾ സാധാരണ ഒരു കാര്യം, ഒരു മുസ്ലിമിനെ പറ്റിയോ ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 2 വട്ടം ആലോചിക്കണം. ഇത് ഉള്ളത് തന്നെയായിരിക്കുമോ? അത് റസൂലുള്ളാഹി പറഞ്ഞു എന്നും കൂടി പറയുമ്പോഴോ നമ്മൾ 10 വട്ടം ആലോചിക്കണം. എന്നിട്ടേ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ, ഫോർവേഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരാൾക്ക് തന്നെ 10 ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. ഒരു ഗ്രൂപ്പിൽ 100 ആളുണ്ടാവും. 10 ഗ്രൂപ്പുണ്ടെങ്കിൽ എത്ര ആളുണ്ടാവും? 1000 ആളുണ്ടാവും. ഒരു ചൂണ്ട് വിരൽ മതി ഇതിങ്ങനെ ഫോർവേഡാക്കാൻ അല്ലേ, അത് മതി. പക്ഷേ നമ്മൾ ഇത്തരമൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും പേടിക്കേണ്ടത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. സൂറത്തുകൾ എന്നല്ല, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ അദ്കാറുകളുടെ ഭാഗങ്ങളിൽ, ഫളായിലു അഅ്മാലിൻ്റെ ഭാഗത്താണ് എന്ത് ചെയ്തത്, ഈ ദുർബലമായതും കെട്ടിയുണ്ടാക്കിയതുമായ വാർത്തകൾ കടന്നുകൂടിയത്. എന്തുകൊണ്ടാണത്? ആളുകൾക്ക് പെട്ടെന്ന് ആകർഷിക്കും അത് അല്ലേ. നല്ല ചില ആൾക്കാരൊക്കെ എന്തിനാ കള്ള ഹദീസ് ഉണ്ടാക്കിയത്? ആളുകൾക്ക് ദീനിനോട് ഇങ്ങനെ കൂറുണ്ടാക്കാൻ, റഗബത്തുണ്ട്, പ്രസംഗത്തിൽ റഗബത്ത് ഉണ്ടാക്കാൻ, എന്താ ഒരു വല്ലാത്തൊരു ആർത്തി ഉണ്ടാക്കാൻ. ആ കഥ കേട്ടില്ലേ ചില ആൾക്കാർക്കല്ലേ, ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പെരുപ്പിച്ച് പറയുമ്പോൾ ഓരോന്നങ്ങനെ പ്രവാചകന്മാരോ കഥ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഭാഗം, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനേക്കാളും വലുതുണ്ടാവും ഉണ്ടാക്കിയത്. നമ്മളത് ചെയ്യരുത്. ഒരുപാട് സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചത് നിങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ആ ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. നമ്മൾ എന്നിട്ട് ഒരു ആയത്തോടെ തുടങ്ങി അവസാനിപ്പിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഞാൻ ഊന്നൽ നൽകിയത് ശ്രേഷ്ഠതയുള്ള സൂറത്തുകൾ, ശ്രേഷ്ഠതയില്ലാത്ത സൂറത്തുകൾ, നമ്മൾ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്ന സൂറത്തുകൾ. നിങ്ങൾക്കൊക്കെ അത് ഡൗട്ടുണ്ട് ചോദിക്കുക. നമ്മളെ
ഇൻഷാല്ലാ പറഞ്ഞുതരാം. സൂറത്തുമായിട്ട് ഈ സൂറത്തുകളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ട് ഇൻഷാല്ലാ. അജ്നാസിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയും ഇൻഷാല്ലാ. ലേഡീസിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ. ആയത്തുൽ കുർസി എല്ലാ സമയത്തും ഒരു തവണ. പള്ളികളിലൊക്കെ എഴുതിയ ആയത്തുൽ കുർസി ഒരു തവണയാണ്. അതില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബാദൽ മഗ്രിബ് എന്ന് കാണുമ്പം ഇഖ്ലാസിൻ്റെയും മുഅവ്വദത്തിൻ്റെയും ജായിരിക്കും സലാസ മറാത്ത് എന്ന് കാണുക എല്ലാ പള്ളികളും. നമ്മൾ അല്ല, മൂപ്പർ ചോദിച്ചത് ആയത്തുൽ കുർസിയും ഫജറിനും മഗ്രിബിനും ശേഷം 3 തവണ ഓതണോ എന്നാണ്. അല്ല, അതെല്ലാ സമയത്തും ഒരു തവണ ഓതിയാൽ മതി. പള്ളികളിൽ ബോർഡിൽ അങ്ങനെ ഉണ്ടല്ലോ, പള്ളികളിൽ ബോർഡിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും ഈ സൂറത്തുകളുടെ താഴെ സലാസ മറാത്ത് എന്നുണ്ടാവും, ആയത്തുൽ കുർസീൻ്റെ താഴെ ഉണ്ടാവില്ല. ഞാനിത് പ്രത്യേകം പറയാഞ്ഞിട്ട് ഇതിൽ കുറേ ഓരോ സൂറത്തിനെ പറ്റിയും അൽ ബഖറയെ പറ്റിയുള്ള സ്വഹീഹ് ലൈഫ് ഇതിലുണ്ട്, ആൽ ഇംറാനെ പറ്റി സ്വഹീഹ് ലൈഫ് ഇതിലുണ്ട്, അതുപോലെ ഇസ്രായിനെ പറ്റിയുള്ള ലൈഫ് സ്വഹീഹ് ഇതിലുണ്ട്. അൽ കഹ്ഫിനെ പറ്റി കുറേ ഇതുപോലെ കള്ളക്കഥകളുണ്ട്. അൽ കഹ്ഫ് പ്രത്യേകതയുണ്ട്, വെള്ളിയാഴ്ചകൾ ഓതിയാൽ എന്ത് കിട്ടും? അടുത്ത 2 വെള്ളിയാഴ്ചകൾക്കിടയിൽ പ്രകാശം ചൊരിയപ്പെടും അല്ലേ. അതുപോലെ ആരെങ്കിലും അൽ കഹ്ഫിൻ്റെ അവസാനത്തെ 10 ആയത്ത്, വേറെ ഹദീസിൽ ആദ്യത്തെ 10 ആയത്ത് ഓതിയാൽ ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷണം കിട്ടും എന്ന ഹദീസുണ്ട്. ഈ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക, ഷെയർ ചെയ്യുക. പക്ഷെ ഇന്ന് ആളുകൾക്ക് ഈ പിന്നെ വാട്സപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ? ഫേസ്ബുക്കിൻ്റെയൊക്കെ പ്രത്യേകത ഭയങ്കര ഷെയറിങ് ആയിരിക്കും. ഇതിൻ്റെ ഫضل അറിയുമോ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ ഓനിക്ക് ആ 10 ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം ഓതാൻ നോക്കൂല അല്ലേ. ലൈക്ക് അടിക്കല്ലേ പ്രിയപ്പെട്ടവരെ, ഇത് അങ്ങോട്ട് ഷെയർ ആക്കും എന്നൊക്കെ പറയുക. എന്നാൽ ഇപ്പുറത്ത് ചെയ്യുമോ? ഓതൂല, പഠിക്കൂല, ഒന്നും ചെയ്യൂല. ഞാൻ പറഞ്ഞ ഒരുപാട് സൂറത്തുകൾക്കെതിരെ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയ ഏതെങ്കിലും സൂറത്ത്, അത് ഞാൻ പ്രതീക്ഷിക്കുന്നതാ, നിങ്ങൾ മനസ്സിലാക്കിയ ഏതെങ്കിലും സൂറത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അത് ചോദിക്കുക. ഇപ്പോൾ തക്കാസുർ, ഞാൻ ഒരാളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കി അൽഹാക്ക് മുത്തക്കാസുറിന് വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നത്. അതുപോലെ യാസീൻ്റെ ഇങ്ങനെ പ്രചരിക്കലുണ്ട് സാധാരണ. ഏതാണ്? എന്ത് പ്രത്യേകത പറയാനുണ്ട്? ഇല്ല, വല്ല ആദിയാത്തിക്ക് അങ്ങനെ പ്രത്യേകതയില്ല. ചോദിച്ചാലത് മാഷാ ഇൻഷാ അത് പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ക്ലാസ് പറഞ്ഞു തരാം. ഞാൻ ചോദ്യം മൈക്ക് കൂടി പറയാത്തത് മൂപ്പര് ചോദിച്ചത് ഞാൻ പറഞ്ഞു കൊടുക്കാന്നുണ്ട് ഇൻഷാ. ഇല്ല, കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട് അലൻ നഷ്റഹ് ലക സദ്റക്, നല്ല അറ്റാച്ച്ഡ് അത് അല്ലേ. താങ്കളുടെ നെഞ്ച് നാം വിശാലമാക്കി തന്നില്ലേ, കുടുസായി കിടക്കുമ്പം പ്രയാസം തീർത്തുന്നില്ലേ. ഇത് ഓതിക്കഴിഞ്ഞാൽ ഈ 10 സൂറത്തിൽപ്പെട്ട വിഷയമാണത്. സൂറത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 10 സൂറത്ത്, അഥവാ പിന്നെ 10 കാര്യങ്ങൾ നിങ്ങൾ ഓതിയാൽ അത് നിങ്ങൾക്ക് 10 കാര്യങ്ങൾ തടയപ്പെടും. അതിൽപ്പെട്ടതാണ് ഈ അലൻ നഷ്റഹ് എന്ന സൂറത്ത് പറഞ്ഞത്. ആ 10 സൂറത്ത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഒന്ന് ഫാത്തിഹ, അള്ളാഹിൻ്റെ കോപത്തെ തടയും. യാസീൻ, പിന്നെ അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ യാസീൻ ഓതിയാൽ ഖിയാമത്ത് നാളിൽ ദാഹിക്കൂല. അതുപോലെ തന്നെ ദുഹാൻ ഓതിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ പേടി ഉണ്ടാകൂല. വാഖിയ ഓതിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകൂല. മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ അദാബിൻ്റെ ഖബറിൻ്റെ അദാബിനെ തടയും. കൗസർ ഓതിക്കഴിഞ്ഞാൽ പിന്നെ തർക്കത്ത് അത് തടുക്കും. അതുപോലെ തന്നെ കാഫിറിന് ഓതിക്കഴിഞ്ഞാൽ കുഫറായിട്ട് മരിക്കൂല, മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റും. ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ നിഫാഖ് ഉണ്ടാകൂല. ഫലഖ് ഓതിക്കഴിഞ്ഞാൽ അസൂയ ഉണ്ടാകൂല. നാസ് ഓതിക്കഴിഞ്ഞാൽ വസ്വാസ് ഉണ്ടാകൂല. ഇത് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ മലയാളത്തിൽ കണ്ടിരുന്നു, എവിടെയോ കണ്ടിരുന്നു. ഇതുപോലെ കുറേ സൂറത്ത് അതിൽപ്പെട്ട അലൻ നഷ്റഹ് ലക സദ്റക് എന്നുള്ളത് ആ നിലക്കില്ല. അതുകൊണ്ട് അതുപോലത്തെ ഏതെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഈ സൂറത്ത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓതേണ്ട സൂറത്ത് പിന്നെ ആയത്തുൽ കുർസിയാണൊന്ന്, അവസാനത്തെ 2 ആയത്തുകളാണൊന്ന്. പിന്നെ ചില ഹദീസുകളിൽ സുഹി എന്നും വേറെ ചില ഇതിൽ ഹസൻ എന്നും എന്ന ദർജയിലൊക്കെ വന്നത് മുൽക്കാണ്. ഇതിൻ്റെ അദാബുൽ ഖബറാണ്. മുൽക്കിനെ പറ്റി വന്നത് ഖബറിൽ അവൻ്റെ എളുപ്പം കിട്ടും, ഫിത്നയിൽ നിന്ന് എളുപ്പം കിട്ടും എന്നതാണ്. ഹസനായിട്ടും അതുപോലെ തന്നെ സുഹി ആയിട്ടൊക്കെ 2 രീതിയിലും പണ്ഡിതന്മാർ പറഞ്ഞൊരു ഭാഗം അതാണ്. ചില പണ്ഡിതന്മാരൊക്കെ അതിനെ ഹസൻ എന്ന് പറഞ്ഞു, ചിലർക്ക് അതിനെ പിന്നെ സുഹി എന്നും പറഞ്ഞു.
എന്നാലും ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട് ഓതിക്കഴിഞ്ഞിട്ട് നേരിട്ട് കിട്ടുകയല്ല, അമൽ ജീവിതത്തിൽ എന്ത് ചെയ്യണം, അമൽ വേണം എന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ ഏത് സൂറത്തും, പക്ഷെ പ്രത്യേകം ആളുകൾ ഇതിനെ ആകർഷിക്കാൻ വേണ്ടി ചോദിക്കുമല്ലോ. ഈ ഓതിയാൽ നല്ല കൂലിയുണ്ട്, ഓതിയാലും കൂലിയുണ്ട്, ഈ തണൽ കിട്ടുകയും ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് തണൽ കിട്ടുന്ന അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരത്തിനിടയ്ക്ക് മരിച്ചുപോയാൽ സ്വർഗ്ഗം ഉറപ്പാണ്. എനിക്ക് വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ട് പിറ്റേന്ന് നേരം വിളിക്കും മരിച്ചാലോ സ്വർഗ്ഗം ഉറപ്പാണ്. പക്ഷേ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞു മൂക്കിനായിരിക്കണം. അത് പറയുന്ന കാര്യം നമ്മുടെ മനസ്സിലുണ്ടായി ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയണം, അത് പകർത്താൻ സാധിക്കണം. അൻവർ എല്ലാ സൂറത്തും ഇതുപോലെ തന്നെയാണ്. കേവലം ഒരു അമലില്ലാതെ ഇതുകൊണ്ട് മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യൂല, കഴിയൂല. അള്ളാഹു ആയാലും അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് പുറത്തു കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിലോ അയാൾക്ക് പുറത്തു കൊടുക്കൂല, ശിക്ഷ കൊടുക്കും. യെസ്, വേറെ ഹദീസ് വന്നതാണ് ലഖിനു മൗതാക്കും സൂറത്തു യാസീൻ. മരണമാസന്നമാരുടെ സമീപത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണേ, യാസീൻ ഓതണേ. അതുപോലെ പിന്നെ ഇഖ്റഉ സൂറത്തു യാസീൻ അലാ മൗതാക്കും, മരിച്ചവരുടെ മേൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണേ, യാസീൻ ഓതണേ. അഥവാ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വട്ടത്തിൽ നിങ്ങൾ യാസീൻ ഓതുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ മരണമാസന്നമായി കിടന്നാൽ ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് പോയി നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. അവിടെ സൂറത്ത് ഓതുകയല്ല വേണ്ടത്. മരിച്ച സ്ഥലത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടോ, റസൂൽ ഒരു മുസ്ലിം വേറെ മുസ്ലിമിനോട് 6 കടമ പഠിപ്പിച്ചു. ആ കടമയിൽ രോഗിയായാൽ സന്ദർശിക്കണം, മരിച്ചാൽ അടുത്ത് പോയി കാണണം എന്നാണോ പറഞ്ഞത്? മരിച്ചാൽ എന്താ പറഞ്ഞത്? ജനാസയെ പിന്തുടരണം എന്നാണ് പറഞ്ഞത്, സന്ദർശിക്കണം എന്നല്ല. സന്ദർശിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു പോലെ തെറ്റിദ്ധരിപ്പിക്കല്ലായിരുന്നു കേട്ടോ, തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ജനാസയുടെ നമ്മുടെ ബാധ്യത എന്താണ്? ജനാസയെ പിന്തുടരല. എന്നാൽ മരിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? കാണാം. ഇതൊരു മരണം ഒരു നേതാവ് എന്നൊക്കെ കരുതിയിട്ട് അവിടെ വെച്ച് ഇവിടെ വെച്ച് മരിച്ചോൻ ആദരിക്കൂല എന്നാരും അല്ലേ? അവിടെ പൊതുദർശനം, ഇവിടുത്തെ ഹോള്, അവിടുത്തെ സ്കൂള്, ഇത് ഇസ്ലാമിക സമ്പ്രദായമല്ല. മരിച്ചോ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഖബറടക്കണം. പൊതുദർശനം അത് അവിടെ പ്രദർശിപ്പിക്കൽ, ഇതൊന്നുമില്ല. അന്യപെണ്ണുങ്ങൾ അന്യപുരുഷനെ കാണുക, അന്യപുരുഷന്മാർ അന്യസ്ത്രീയെ കാണുക ഇല്ല. ജനാസയെ നമ്മൾക്ക് കാണാം, വേണ്ടപ്പെട്ടവർക്ക് കാണാം, അത്യാവശ്യമുള്ള ആളുകൾക്ക് കാണാം. അത്യാവശ്യം ഞങ്ങൾ തന്നെ പറയാണ്, അത്യാവശ്യമുള്ളവർക്ക് കാണാം. ഇതിങ്ങനെ വെക്കണം എന്നുള്ളതല്ല. ഒരാൾ മരിച്ചാൽ പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദഫൻ ചെയ്യണം, ഖബറടക്കണം, അതാ ചെയ്യേണ്ടത്. ഇനിയോ മരിച്ച് ഒരാൾ നമ്മൾ കണ്ടു, ജനാസയെ കണ്ടു, വട്ടത്തിലിരുന്ന കുടുംബക്കാരോട് യാസീൻ ഓതാനല്ല റസൂലുള്ളാഹി പറഞ്ഞത്. ആ ജനാസയെ അനുവദിക്കപ്പെട്ട ആളുകൾക്ക് ഒന്ന് വേണമെങ്കിൽ ചുംബിക്കാം അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? ചുംബിച്ചിട്ടുണ്ട്. തൻ്റെ കുട്ടി മരിച്ചപ്പോൾ ചുംബിച്ചിട്ടുണ്ട്. അങ്ങനെ ചുംബനം കൊടുക്കാം. അങ്ങേയറ്റം ദുഃഖം ഉണ്ടാകും, അവിടെ നെഞ്ചത്തടിച്ച് കരയാൻ പാടില്ല. അവിടെ നമ്മൾക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഇവർ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, ദർജ ഉയർത്തി കൊടുക്കണേ, ഈ കുടുംബത്തിന് ഇതിലും ഖൈറായത് പകരമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം എന്നതല്ലാതെ സൂറത്ത് യാസീൻ മരണ വീട്ടിൽ ഓതാൻ ആര് പറഞ്ഞിട്ടില്ല? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മരിച്ചെടുത്ത് യാസീൻ ഓതണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ പറയാത്തതാണ്. പറഞ്ഞെങ്കിൽ ഒരു കാലിന്മേൽ നിന്നിട്ട് ഓതണം എന്ന് പറഞ്ഞ് നമ്മൾ ഓതുമായിരുന്നു. നിങ്ങൾ വിചാരിക്കും എന്താ ഇത് പാടില്ല? പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിക്കരുത്. ഒരാളുടെ വീട്ടിൽ മരണം നടക്കുകയാണ്, മരിച്ചോടുത്ത് ഖുർആൻ ഓതാൻ തന്നെ പാടില്ല എന്ന് പറയുമ്പോൾ 2 രീതിയിൽ വ്യാഖ്യാനിക്കും. എൻ്റെ ബാപ്പ മരിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ കൂട്ടിക്കോ. ഞാൻ ഡെയിലി എൻ്റെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന വ്യക്തിയാണെന്ന് കൂട്ടിക്കോ അല്ലേ? ഞാനും എൻ്റെ കുടുംബക്കാരും അങ്ങനെ ഓതുന്നതാണ്. എൻ്റെ ബാപ്പ മരിച്ചാലും ജീവിക്കുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിങ്ങനെ ഓതാം. ഈ തർക്കത്തിലിരിക്കുന്ന ഓത്തേതാണ്? മയ്യത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓതുക. ഖബറടക്കി കഴിഞ്ഞാൽ ഖുർആൻ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ചാൾക്കാരെ വാടകയൊക്കെ കൂലി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? കൊണ്ടുവന്നിട്ട് ഓതിപ്പിക്കുക. ഈ സമ്പ്രദായം അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സൂറത്തുൻ നജ്മിൽ വഅല്ലൈസൽ ഇൻസാൻ ഇല്ലാ മാ സഅ എന്നൊരായത്തുണ്ട്. ഒരുത്തൻ ചെയ്തതിൻ്റെ കൂലിയെ അയാൾക്ക് കിട്ടും. ഒരാൾ ചെയ്തതിൻ്റെ കൂലി എന്ത് ചെയ്യും? അയാൾക്ക് കിട്ടും. ഈ ആയത്താണ് നമ്മുടെ ഷാഫി മദ്ഹബുകാരുടെ ഏറ്റവും വലിയ നേതാവ്. ഇമാം ഷാഫി നേതാവല്ലേ അല്ലേ? ഒരു ഇമാമാണത്. ആ ഇമാം ഷാഫി പറയാണ്, ഈ ആയത്താണ് ഇമാം ഷാഫി തെളിവ് പിടിച്ചത്. എന്തിനെന്നറിയോ? ഒരാൾ ഓതിയിട്ട് മരിച്ചവർക്ക് ഹദിയ കൊടുത്താൽ അത് കിട്ടൂല എന്നതിന് ഇമാം ഷാഫി പിടിച്ച തെളിവാണ് ഏത്?
അല്ലൈസൽ ഇൻസാൻ ഇല്ലാ മാ സഅ. ഒരുത്തൻ ചെയ്തതിൻ്റെ കൂലിയെ അയാൾക്ക് കിട്ടും. ഒരു മൊയ്ലിയാർ വന്നിട്ട് നമ്മളെ വീട്ടിൽ എൻ്റെ ബാപ്പ മരിച്ചു, ഒരു മൊയ്ലിയാർ വന്നിട്ട് ഖുർആൻ ഓതി, കൂലിയായിരിക്കും കിട്ടുക, മൊയ്ലിയാർക്ക് കിട്ടും. നമ്മൾ കൊടുക്കുന്ന കാശ് ആ കൂലിയായിരിക്കും കിട്ടുക, മൊയ്ലിയാർക്ക് കിട്ടും. ബാപ്പ എന്തെങ്കിലും ജീവിതകാലത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ആയിരിക്കും കിട്ടും, ബാപ്പ കിട്ടും. അതുകൊണ്ട് നമുക്ക് ആ കൂലി കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. ഇനിയോ ബാപ്പാക്ക് കൂലി കിട്ടും, ബാപ്പ മരിക്കണ്ട, എൻ്റെ ബാപ്പ എന്നെ ദീന് പഠിപ്പിച്ചത് കൊണ്ടാണ് അൽഹംദുലില്ലാ എനിക്കിന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്, എൻ്റെ ഉമ്മ എന്നെ ദീന് പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്, എൻ്റെ ഉസ്താദുമാർ എന്നെ ദീന് പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്, അവരെ ബാപ്പ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെ പറ്റുന്നത്. ഇതിങ്ങനെ പോയി റസൂലുള്ള വരെ എത്തൂലേ? റസൂലുള്ള പഠിപ്പിച്ചിട്ടല്ലേ ഇങ്ങനെ വന്നത്? നമ്മളൊരു അർഫ് പഠിച്ചാൽ അതിൻ്റെ കൂലി ആരുടെ ഖബറിലേക്ക് പോകുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഉമ്മക്ക് ബാപ്പ കിട്ടുന്നുണ്ട്. അതിന് പ്രത്യേകം സ്പെഷ്യൽ കൂലി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? ചെയ്യിപ്പിക്കണ്ട. ബട്ടത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. ബാപ്പ ഉമ്മയെ പഠിപ്പിച്ചോ, നമ്മളെ അവർക്ക് കിട്ടും. ജീവിതകാലത്ത് പഠിപ്പിച്ചില്ലേ? കിട്ടുകയില്ല. ബാപ്പ ഉമ്മയെ വൃത്തികേടാണോ പഠിപ്പിച്ചത്? കുറ്റാ കിട്ടുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളിത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അങ്ങനെ പ്രത്യേകമായിട്ട് ഓതാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അജ്നാസ് ചോദിച്ചത് പിന്നെ കരിഞ്ജീരകത്തെ പറ്റിയും പിന്നെന്തായിരുന്നു? അജുവ കാരക്കയെ പറ്റി വന്ന ഹദീസ് രണ്ടും സ്വഹീഹാണ്. അജുവ കാരക്ക 7 തിന്നു കഴിഞ്ഞാൽ ഇന്ന സിഹർ ബാധിക്കൂല എന്ന് പറയുന്ന ഹദീസൊക്കെ സ്വഹീയാണ്. കരിഞ്ജീരകത്തിൻ്റെ ഹദീസും സ്വഹീയാണ്. രണ്ടും കരിഞ്ജീരകമായിരിക്കണം, അജുവ കാരക്ക അതും ആയിരിക്കണം. അള്ളാഹു റസൂൽ പറഞ്ഞു. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, സ്വഹീയായി വന്ന തന്നെയാണ്. അതിന് സ്വഹീയായി വന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിഷേധിക്കരുത്. നമുക്ക് അള്ളാഹു ആലം, അള്ളാഹുവിൻ്റെ യുക്തി എന്താണ്? ഇതാണ് തൽക്കാലം പറയാം. വേറൊന്നുമില്ലല്ലോ? ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ ഇങ്ങനെ 7000 മലക്കിൻ്റെ കാവലുണ്ടാവില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ശൈത്താൻ വേറെ ശൈത്താനോട് പറയും ഇവനെ നമുക്ക് ഇനി പേപ്പിക്കാൻ പറ്റൂല, കാരണം അവൻ പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞു. നമ്മൾ പിന്നെ പറയുമ്പോൾ തന്നെ ഒന്നാമത്തേതിൽ നമ്മളൊക്കെ സ്വഹീഹു സിത്ത എന്ന് പറയാൻ തന്നെ നമ്മൾ അത് ശരിയല്ല എന്ന്. സുഹാഹു സിത്ത എന്നതില്ല, കുത്തുബു സിത്ത എന്നേ പറയണ്ടു. കാരണം ഈ സുഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ സ്വഹീയാക്കപ്പെട്ട 6 ഹദീസിൻ്റെ ഗ്രന്ഥം എന്നാണ്. ഈ 6 ഹദീസിനും സ്വഹീയില്ല. ബുഖാരിയിലും മുസ്ലിമിലും മാത്രമാണ് സനദോടുകൂടി. ബുഖാരിയുടെ ഡിമാൻഡ് ഉണ്ട്. ബുഖാരി മുഴുവൻ സ്വഹീയാണ്. എങ്ങനെ സ്വഹീയാണ്? ഇമാം ബുഖാരി സനദ് ഉദ്ധരിച്ച് റസൂലുള്ളാഹി വരെ പറഞ്ഞ ഹദീസുകളൊക്കെ സ്വഹീയാണ്. അതുപോലെ മുത്തഫഖുൻ അലൈഹി ആയത് ഏറ്റവും ഹദീസിൻ്റെ ദർജ മുത്തഫഖുൻ അലൈഹി, ബുഖാരിയും മുസ്ലിമും സ്വഹീയായി ഉദ്ധരിച്ചത്, പിന്നെ ബുഖാരിക്ക്, പിന്നെ മുസ്ലിമിന്. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 ഗ്രന്ഥങ്ങളിലും ഒരുപാട് പിന്നെ കുറേ ദുർബലമായ റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് കുത്തുബുസിത്ത എന്നാണ് പണ്ഡിതന്മാർ പറയുക. ആദ്യകാലത്ത് അതിനെ സുഹാവുസിത്ത എന്ന പേര് പറയലുണ്ടായിരുന്നു. അതിൽ തന്നെ ലഈഫുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ദുർബലമുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് നമ്മൾക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഷിയാ സൈറ്റുകളിൽ നിന്ന് പോകാതെ ശരിക്കുള്ള സുന്നികളുടെ സൈറ്റുകളിൽ അൽഹംദുലില്ലാ സംവിധാനങ്ങളുണ്ട്. നമ്മളത് മെല്ലെ മെല്ലെ പഠിക്കണം. സ്വാഭാവികമായി നിങ്ങളിത് കേൾക്കുമ്പോൾ കുറേ സൂറത്തിനെ പറ്റിയൊക്കെ ഞാൻ ഇല്ല എന്ന് പറയും. നിങ്ങളൊക്കെ ഉണ്ട് എന്ന് പഠിച്ചോരിക്കും. ഇപ്പോൾ എന്താ ഉസ്താദ് ഇങ്ങനെ നമ്മളാട് ചിന്തിക്കുന്ന എന്താ അറിയോ? നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പഠിച്ചിരിക്കണം. എന്തായിരുന്നാലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ നമുക്ക് കളവ് പറയും എൻ്റെയോ നിങ്ങളുടെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ, അല്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബലും യഹ്യ ബിൻ മുഈനും പോവുകയാണ് ഒരു പള്ളിയിലേക്ക്, വേറെ നാട്ടിലേക്ക്. ആ പള്ളിയിൽ പോയപ്പോഴുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരാൾ ക്ലാസ് എടുക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, യഹ്യ ബിൻ മുഈൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാളെ ക്ലാസ്. ഇവർ രണ്ടാളും തെരിച്ചുപോയി. ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്ലാസ് നടക്കുന്നത്. ക്ലാസ് കഴിഞ്ഞപ്പം ഉസ്താദിനെ പിടിച്ചു. ഇതാരാ ഇങ്ങനെ പറഞ്ഞത്? ഇമാം അഹ്മദ് ബിൻ യഹ്യ ബിൻ മുഈനും. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ? ആ അഹ്മദാണ് ഞാൻ, യഹിയാണ് ഇയാൾ. ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോഴത്തെ കാലത്ത് നിങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ, എത്ര ഇതേമാതിരി വേറെ പേരുകളുണ്ടാകും. അയാളെ പിടിച്ച് കിറുക്കാൻ നോക്കുക. ഇങ്ങനെയാണ് ഓരോരുത്തർ ഇങ്ങനെ കേട്ടവാതി ഇങ്ങനെ പോവുക. നമ്മളത് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നമ്മൾ ഒരു വിവരം കൈമാറുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മക്കളോതിയ ബാപ്പക്ക് കൂലി കിട്ടും. ഞാൻ പറയാം, മക്കളോതിയ ബാപ്പക്ക് മാത്രമല്ല കൂലി കിട്ടുക. മക്കളോതിയാൽ ആ കൂലി ബാപ്പാനെ പഠിപ്പിച്ചതാരാണോ ഓരിക്ക് കിട്ടും, ഓരെ പഠിപ്പിച്ചതാരാണോ ഓരിക്ക് കിട്ടും. അത് എവിടെ എത്തും വരെ പോകും?
റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, കിട്ടുന്ന പഠിക്കുന്ന നന്മയെല്ലാം വേറെ ആൾ അറിയിച്ചേക്ക്. അത് ഓര് ചെയ്യുമ്പോൾ മാത്രമല്ല കൂലി, ഓരെ കൊണ്ട് ആര് ചെയ്തു, അവരെ കൊണ്ട് ആര് ചെയ്തു, അതിങ്ങനെ പോയി ഏത് സമയം വരെ എത്തും? ഖിയാമത്ത് നാൾ വരെ എത്തും. അപ്പം ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിലേക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും. നമ്മളൊരാളോട് പറയാം, നീ ഖുർആൻ ഓതണടാ, അയാൾ തുടങ്ങി, അയാളെ മക്കളങ്ങനെയായി, അയാളെ മക്കളെ മക്കളായി, ഖിയാമത്ത് നാൾ വരെ ആളുകൾ അങ്ങനെ ഓതിക്കൊണ്ടേയിരുന്നു. ആ കൂലിയൊക്കെ ആർക്ക് കിട്ടും? നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് മക്കൾ ഓതിയ ബാപ്പക്ക് കൂലി കിട്ടും. ഞാൻ ഇവിടെ പറഞ്ഞത് മരിച്ചെടുത്ത് ഇങ്ങനെ വട്ടത്തിലിരുന്ന് കുടുംബക്കാർ ഓതുക, അവിടെ ഇങ്ങനെ തട്ടിടാത്ത പെണ്ണുണ്ടാവും, അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓതുന്നുണ്ടാവും. വേറെ കുറേ ആൾക്കാർ വാടകയ്ക്ക് വന്നിട്ട് മുൻഭാഗത്ത് ഇരുത്തി ഇങ്ങനെ ഓതുക, കുറേ ഇങ്ങനെ ഇങ്ങനെ തോന്നുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ചോറ് കഴിച്ച് പിന്നെ ഓതി, ചായ കുടിച്ച് പിന്നെ ഓതി. ഈ ഒരു സമ്പ്രദായം ഇല്ല. മക്കൾ ഓതിക്കോട്ടെ, ഏത് സമയത്ത് ഓതിക്കഴിഞ്ഞാലും ആർക്ക് കൂലി കിട്ടും? ബാപ്പ മരിക്കാൻ കാത്തിക്കണ്ടതിന്, ബാപ്പ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ഓതിയാൽ ആർക്ക് കൂലി കിട്ടും? ബാപ്പക്ക്. ഇപ്പോൾ നമ്മൾ നിസ്കരിച്ചാൽ കൂലി കിട്ടൂലേ? നിങ്ങളൊക്കെ ഖുർആൻ ക്ലാസ്സിന് ഇവിടെ വന്നിരുന്നു, ഈ ദീനി ചിട്ട നിങ്ങൾ ആരാ പഠിപ്പിച്ചത്? ബാപ്പയായിരിക്കും അല്ല ഉമ്മയായിരിക്കും, ആരെങ്കിലും ആയിരിക്കുമല്ലോ. ഉസ്താദൊക്കെ പഠിപ്പിച്ച മദ്രസയിൽ ഉസ്താദന്മാരായിരിക്കും. നിങ്ങളിവിടെ ഇരുന്നതിൻ്റെ കൂലി ആയിരിക്കും കിട്ടും, ഒരിക്കും കിട്ടും. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്കിയേ, അതാണ് ഇസ്ലാമിൻ്റെ മെച്ചം. ഇത് വേറെ ഒന്നിനുമില്ല. ഈ നീയത്തിൻ്റെ കൂലി വേറെ ഒന്നിനുമില്ല. ആർക്കേ ഉള്ളൂ? അള്ളാൻ്റെ ദീനിൽ മാത്രം. അത് അള്ളാഹ് നമുക്ക് തരുന്ന ഒരു നിഅമത്താണ് അല്ലേ? നിങ്ങൾ നോക്കിയാൽ പടച്ചോൻ്റെ നിഅമത്താണ്. നമ്മളൊരു കടയിലേക്ക് പോയി, ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി, വേറെയ 2 ട്രോളി സാധനം വാങ്ങി ഉമ്മയും മക്കളും. കൗണ്ടറിലെത്താൻ നോക്കുമ്പോഴാണ് പൈസ എടുത്തിട്ടുമില്ല, ATM കാർഡിലിട്ട് പൈസയില്ല. നമുക്കിതൊക്കെ മേടിക്കണം എന്നുള്ള ചിന്തയുണ്ട്, നീയത്തുണ്ട് മനസ്സിൽ. പൈസയില്ലേ തരുമോ? ഇല്ല. പക്ഷേ ഈ 2 ട്രോളി സാധനവും നമ്മളെ മനസ്സിൽ ആരും അറിയാത്തൊരു ചിന്തയുണ്ട്. ഇവിടെ ഒരു പാവപ്പെട്ടൊരു കുടുംബം താമസിക്കുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെട്ടിട്ട്. ഇതാരും അറിയാതെ ഓരിക്കെത്തിക്കണം എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ നമ്മളെ പൈസ ഇല്ലാത്തതുകൊണ്ട് സാധനം കിട്ടിയില്ല, വരുന്ന വിധത്തിൽ നമ്മൾ മരിച്ചും പോയി. അള്ളാൻ്റെ അടുത്ത് നമുക്ക് എന്താ അള്ളാൻ്റെ കൂലി കിട്ടുക? അത് കൊടുത്ത കൂലിയാണ് കിട്ടുക. ഇതാണ് ഇസ്ലാം. പഠിച്ച അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറായിട്ട്. നോക്കൂ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന നിയമത്താത് പഠിച്ചവൻ്റെ അടുത്ത് ചെയ്യണ്ട, നീയത്തിന് എന്ത് കിട്ടും? കൂലി കിട്ടും. ദുനിയാവത്തൊരു മനുഷ്യനത് ചെയ്യൂല. അതുകൊണ്ട് നമ്മൾ ആ നിലക്കാണിത് ചെയ്യേണ്ടത്. മക്കൾ ഓതുക, മക്കളെ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മക്കളെ നിങ്ങൾ പഠിപ്പിക്കണേ. മക്കളെ പഠിപ്പിച്ചത് കൊണ്ടാണ് പരലോകത്ത് പ്രത്യേകം കിരീടം ഉമ്മക്കുപ്പാക്കും കിട്ടുക. ഖുർആൻ മക്കളെ പഠിപ്പിച്ചില്ല. അൽബക്കറ പഠിപ്പിക്കണേ മക്കളെ, ആലു ഇമ്രാൻ പഠിപ്പിക്കണേ മക്കളെ, ഇതൊക്കെ പറഞ്ഞു. ഇത് ഈ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരു താജ് അല്ലേ, കിരീടം കിട്ടുകയാണ്. അള്ളാഹു അതിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ ആ നിലക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അൽബക്കറ തുടങ്ങും. ഒറ്റൊരായത്ത് ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് 2 ആയത്ത് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം. അല്ലാഹു അഅലം ബി മുറാദി. എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥം അല്ലെങ്കിൽ അതാണ് ഗ്രന്ഥം. ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവും ഇല്ല. ഹുദൻ, അതൊരു സന്മാർഗ ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ മാർഗദർശനമാണ്. ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വഴികാട്ടിയാണ് എന്ത്? ഖുർആൻ. ഇൻഷാ അല്ലാഹ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്.